ഹരിയോം കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും രാമായണ സന്ദേശത്തിലേക്ക് സ്വാഗതം. രാമായണ സന്ദേശത്തിന്റെ 17ാമത്തെ പാഠമാണ് ഇന്ന്. അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്ലോകം എന്താണെന്ന് നോക്കാം. വന്യ സന്തപ്ത ലോകാംസ്താംബു ബിന്ദുനാട് സന്നിപം മധ്യജന്മ ക്ഷണഭങ്കുരം ചക്ഷു ശ്രവണഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലഹീനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. രാമായണത്തിലെ ഉപദേശങ്ങൾ 3 ഭാഗത്തായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ലക്ഷ്മണോപദേശം, രണ്ടാമത്തേത് ക്രിയാമാർഗോപദേശം, മൂന്നാമത്തേത് താരയോടുള്ള ഉപദേശം. പിന്നെ അതുപോലെ പ്രപഞ്ച തത്വങ്ങളെല്ലാം രാമായണത്തിന്റെ പല ഭാഗത്തായിട്ട് ചിന്നിച്ചെതിരെ കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ വളരെ കാലം രാമായണം വായിക്കുമ്പോഴാണ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഇവിടെ നമുക്ക് അല്പം സന്ദർഭം പഠിക്കാനുണ്ട്. ശ്രീരാമേന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗമാണിത്. കൈകേയി മാതാവ്, കാരണം ശ്രീരാമേന്ദ്രന്റെ 14 വർഷത്തെ വനവാസവും ഭരതന് ശ്രീരാമന് അവകാശപ്പെട്ട സിംഹാസനം അല്ലെങ്കിൽ രാജ്യ ഭാരവും ഭരതന് കൊടുക്കേണ്ടി വന്നത് കാരണം ലക്ഷ്മണൻ വളരെ കോപാകുലനാണ്. എന്നും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ലക്ഷ്മണനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തമാക്കുന്ന ഭാഗമാണിത്. അപ്പൊ എന്താണ് ഭഗവാൻ ഉപദേശിക്കുന്നത്? വന്യസന്തപ്ത ലോകാംസ്താംബു ബിന്ദുന എന്ന് പറഞ്ഞാൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഹപാത്രത്തിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബാഷ്പീകരിച്ചില്ലാതാവും എന്ന് പറയുന്ന പോലെയുള്ള മനുഷ്യന്റെ ജീവിതം ഒരു നീർക്കുമുള പോലെയാണ്. ഏത് സമയത്തും എന്ത് വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതം ഒന്നും കണ്ട് അഹങ്കരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ചക്ഷുശ്രവണ ഗളസ്തമാങ് ദർദുരം, അതായത് ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ വായിൽ അല്ലെ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തവള എനിക്ക് ഭക്ഷണം വേണേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി കരയുന്നത് പോലെയാണ് ഇന്നത്തെ മനുഷ്യൻ എന്തെല്ലാം ഉണ്ടായിരുന്നാലും വീണ്ടും ഭോഗവസ്തുക്കളുടെ പുറകെ ഓട്ടമാണ്. എത്ര കിട്ടിയാലും മനുഷ്യന് തികയത്തില്ല. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ പാമ്പിന്റെ വായിൽ മരിക്കാൻ പോകുന്ന തവളയെ പോലെയാണ്. തവള വീണ്ടും എനിക്ക് വിശക്കുന്ന, എനിക്ക് ഭക്ഷണം വേണേ എന്ന് പറഞ്ഞ് കേഴുന്നത് പോലെയാണ് ഓരോ മനുഷ്യനും. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏത് സമയത്ത് വേണം നമ്മളൊക്കെ മരിക്കാം. നമ്മൾ പോകുമ്പോൾ ഒരു സാധനം കൊണ്ടുപോകത്തില്ല. എന്നിട്ടും മനുഷ്യൻ ഇതൊക്കെ അറിയാമായിരുന്നിട്ട് കൂടി മനുഷ്യൻ വീണ്ടും എല്ലാത്തിൻ്റെയും പുറകെ ഓട്ടമാണ്. അതായത് എത്ര പണം കിട്ടിയാലും തികയത്തില്ല. പണത്തിന്റെ പുറകെ, ആഭരണത്തിന്റെ പുറകെ, വസ്ത്രങ്ങളുടെ പുറകെയും സുഖഭോഗങ്ങളുടെ പുറകെയും പിന്നെ ആഡംബരങ്ങൾക്ക് പുറകെയും 1 കാറോ 10 കാറോ ഒന്നും കിട്ടിയാലും ചിലർക്ക് മതിയാവത്തില്ല. അങ്ങനെ എന്തെല്ലാം കിട്ടിയാലും മനുഷ്യന് മതിയാവാതെ വീണ്ടും നിസ്സാരമായ ജീവിതത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും. അതാണ് കാലഹീന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നത്. ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി എന്നാണ്. അപ്പൊ എന്ത് കിട്ടിയാലും മനുഷ്യനെ ആർത്തി പിടിച്ചിട്ട് എല്ലാത്തിനും പുറകെ ഓടിപ്പോവുകയാണ്. മനുഷ്യന്റെ ജീവിതം ക്ഷണഭങ്കുരമാണ്. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാനാണ് ശ്രീരാമേന്ദ്രൻ ഇവിടെ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. നമ്മളോടും കൂടിയുള്ള ഒരു ഉപദേശമാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നന്ദി, നമസ്കാരം.